സർവശക്തനായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദാനമായി നമുക്ക് നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈകളെ ആടുകളുമായിരിക്കാൻ എത്ര ഭാഗ്യമുള്ളവരാണ്. കർത്താവ് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകൾ എന്ന് പറയുമ്പോൾ എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് ആ ഇടയൻ നമ്മളെ നടത്തുന്നത്. നമ്മൾ പറയാതെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ, സ്വസ്ഥതയിലേക്ക് നയിക്കാൻ, തുറിച്ചു നോക്കുന്ന അനേക ഹിംസ്ര ശക്തിയുടെ നടുവിൽ, അതിൻ്റെ നടുവിലൂടെ നമ്മളെ നടത്തുന്ന അല്ലേ, അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇടയ മുമ്പേ പോയിക്കഴിഞ്ഞാൽ മറ്റൊരു ശക്തിക്കും അടുത്ത് വരാൻ പറ്റില്ല. എൻ്റെ ആടുകളെ അറിയുന്ന ഇടയൻ, പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം, അവയെ അറിയുന്നു. ഇടയൻ്റെ ശബ്ദം ആടുകൾ കേൾക്കുന്നു. കേട്ട് കഴിഞ്ഞാൽ ആടുകൾ ഇടയൻ പറയുന്നിടത്തേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ഈ പകലിലും പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനാമുറിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം കേട്ടോ. വചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കണം. ആത്മാവിൻ്റെ ഇടപെടിയിൽ ഇന്ന് പകലിലും നമ്മുടെ മേൽ വെളിപ്പെട്ട് വന്നാൽ നമ്മൾ ധന്യരായിത്തീരും. ലോകത്തിലെ ശബ്ദങ്ങൾ നമ്മളെ നിരാശയിലേക്ക് നയിക്കുമ്പോൾ, അത് നമ്മളെ നെഗറ്റീവ് എനർജിയിലേക്ക് നയിക്കുമ്പോൾ, അത് നമ്മുടെ അകത്ത് വേദനകൾ ഉണ്ടാക്കുമ്പോൾ, ദൈവശബ്ദം കേട്ട ആരും തകർന്നിട്ടില്ല. തകർന്നവനെ പണിയുന്ന ദൈവശബ്ദം, വേദനിക്കുന്നവനെ ഉദ്ധരിക്കുന്ന ദൈവശബ്ദം, നിരാശപ്പെടുന്നവനെ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്ന ദൈവശബ്ദം ഇന്ന് പകലിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി മുഴങ്ങുന്നുണ്ട്. അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിച്ച് വീരന്മാരായി തീരാൻ ആര് തയ്യാറുണ്ടോ? അവരുടെ മേൽ നിന്ന് പകലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. എനിക്കെൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം. മകൻ്റെ മകളെ വഴി ഇതാകുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകലും നമ്മളെ ശക്തീകരിക്കട്ട. വഴി കാണാത്തപ്പോൾ, കാരണം നമുക്കറിയാം, അറച്ചു നിന്ന് ഭയപ്പെട്ടു പോയ, ഇവിടെ മുങ്ങുമെന്ന് വിചാരിച്ച, ഇനിയും പറവൻ്റെ കയ്യിലേക്ക് തിരിച്ച് പോകേണ്ടി വരുമോ എന്ന് ചിന്തിച്ച പ്രത്യേക സാഹചര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. സാഹചര്യങ്ങൾ അവർക്കനുകൂലമല്ലായിരുന്നു. എമ്പിമറിയുന്ന കടൽ, ഹല്ലേലൂയ, ആക്രോശിച്ച് പുറകിൽ നിൽക്കുന്ന ഫറവോനും സൈന്യവും, ഒരു കാരണവശാലും ഓടിക്കയറാൻ പറ്റാത്ത വലിയ പർവ്വതങ്ങൾ രണ്ട് സൈഡിലും. പക്ഷേ ഇപ്പുറത്തൊരു ദൈവശബ്ദം, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പേൻ, ഞാൻ നൽകുന്ന രക്ഷ കണ്ടുകൊള്ളുവേൻ. എന്നിട്ട് മോശയോട് പറയുക, മോശേ, മുൻപോട്ട് പോകാൻ കൽപ്പിക്കുക. എങ്ങനെ മുൻപോട്ട് പോകുന്നത്? ചെങ്കടലല്ലേ? എങ്ങനെയാ മുൻപോട്ട് പോകുന്നത്? ഒഴുക്കില്ലേ? എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? ഇത്രയും ലക്ഷം ജനം തകർന്നു പോകില്ലേ? ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നീ വടി നീട്ടാൻ തയ്യാറായാൽ, അതിൻ്റെ നടുവിൽ, മുക്കുമെന്ന് പറയുന്നതിൻ്റെ നടുവിൽ, വഴിയില്ലെന്ന് പറയുന്നതിൻ്റെ മധ്യത്തിൽ, ഇതാ ഒരു വലിയ ശ്രേഷ്ഠമായ പന്താവ്. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴി, നീ കേട്ടിട്ടില്ലാത്ത വഴി, നീ ഗ്രഹിച്ചിട്ടില്ലാത്ത വഴി ഇന്ന് പകലും തുറക്കാൻ ഒരു ശബ്ദം പുറപ്പെടുകയാണ്. മുമ്പോട്ട് പോകുക, മുമ്പോട്ട് പോകുക, മുൻപോട്ട് പോകുക. പരാജയത്തിൻ്റെ വാക്കുകൾ കേൾക്കരുത്. ആത്മശക്തിയുടെ വാക്കുകൾ ഇന്ന് പകൽ നമ്മെ ഉദ്ധരിക്കുകയാണ്, നമ്മളെ പണിയുകയാണ്, ജീവൻ വെപ്പിക്കുകയാണ്, ഉണങ്ങിയ നിലം വെളിപ്പെടുകയാണ്. നീ തപ്പെടുക്കുന്ന സമയമായി, നീ ആർക്കുന്ന സമയമായി. നീ ഒരു കാലഘട്ടത്തിൽ കരഞ്ഞെങ്കിൽ ഇപ്പുറത്ത് തപ്പെടുത്ത് നൃത്തം ചെയ്യാൻ പോകുകയാണ്. നീ കണ്ണുനീരോടെ വിതച്ചെങ്കിൽ ആർപ്പോടെ ഒരു കൊയ്ത്തിനു വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്ന പകൽക്കാലമത്രേ. യേശുവിൻ്റെ നാമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം
28 വാക്യം നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ട ഭാഗമാണ്. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിൽ ഉണ്ടായ ദർശനങ്ങളും ഇതാകുന്നു. ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. അതിനുശേഷം താൻ രാവിലെ എഴുന്നേറ്റ് ആഭിചാരകന്മാരെ വരുത്തി, മന്ത്രവാദികളെ വരുത്തി. ഹല്ലേലൂയ! അങ്ങനെ ആ ദേശത്തെ ശകുനവാദികളെ വരുത്തി, എല്ലാവരെയും വരുത്തിയിട്ട് അവരോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അത് മറന്നുപോയി. സ്വപ്നം എന്താന്ന് പറയണം, അത് വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ശകുനവാദികൾക്ക് പറയാനുള്ള, രാജാവേ, അങ്ങ് കണ്ട സ്വപ്നം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണേൽ വ്യാഖ്യാനിച്ചു തരാൻ പറ്റും. പക്ഷെ സ്വപ്നം എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്? അവർ പരാജയപ്പെട്ട് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ആരും അങ്ങനെ പറയത്തില്ല. അവർ പറയുക. പക്ഷെ രാജാവ് പറഞ്ഞു, ഞാൻ കൽപ്പന പുറപ്പെടുവിച്ചു പോയി, നിങ്ങൾക്കിനി ജീവനോടെ ഇരിക്കാൻ പറ്റില്ല ഇത് ചെയ്തില്ലെങ്കിൽ. ഈ തീർപ്പ് എല്ലായിടത്തും എത്തി. ദാനിയേലിൻ്റെയും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ജീവൻ പോലും ഈ തീർപ്പിനകത്ത് അപകടത്തിലാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ 4 പേർ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ. ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവർ ദൈവശബ്ദത്തിനു വേണ്ടി കാതോർക്കാൻ തുടങ്ങി. നമ്മുടെ ദൈവം ആരാന്നറിയാമോ? നീ മറന്നുപോയ സ്വപ്നങ്ങളും അതിൻ്റെ അർത്ഥവും നാളെ സംഭവിക്കേണ്ടതും അഭിഷക്തന്മാരെ അറിയിക്കുന്ന ദൈവം, പ്രാർത്ഥനാമുറിയിൽ നിനക്ക് വെളിപ്പെടുത്തുന്ന ദൈവം. പാപിചാരകന്മാരും മന്ത്രവാദികളും ക്ഷുദ്രക്കാരും വിദ്വാൻമാരും ഒക്കെ പരാജയപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പരാജയപ്പെട്ട ദൈവത്തിൻ്റെ ശബ്ദമല്ല, രാജാവായ ഒരുവൻ. നെബൂഖദ്നേസർ രാജാവേ, ദാനിയേലിന് വേണേൽ ഇപ്പോൾ പറയാൻ കഴിയും, അങ്ങക്ക് തെറ്റുപറ്റി അങ്ങ് രാജാവാണെങ്കിലും സ്വർഗത്തിലൊരു രാജാവുണ്ട് കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അങ്ങ് കണ്ട് മറന്നുപോയ സ്വപ്നം മാത്രമല്ല, ഇനിയും വെളിപ്പെടേണ്ട കാര്യങ്ങളൂടെ വെളിപ്പെടുത്തി അത് പ്രവചനമാക്കി മാറ്റി പ്രാവർത്തികമാക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നത്. പ്രിയരെ, ദൂത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കതിൻ്റെ ആഴം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പകൽ മുട്ടുമടക്കാൻ തയ്യാറാകുമെങ്കിൽ വ്യാഖ്യാനങ്ങൾ മാത്രമല്ല, പലർക്കും ചെയ്യാൻ പറ്റാത്തത്, പലരും പരാജയപ്പെട്ടടത്ത് ജീവൻ പോലും അപകടത്തിലാകുമെന്ന് പിശാച് വാദിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ആത്മാവിലുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ച് വരുത്തുന്നു. അതൊരു ദേശത്തെ വിടുവിക്കാൻ, നിങ്ങളെ വിടുവിക്കാൻ, കുടുംബങ്ങളെ വിടുവിക്കാൻ, തലമുറകളെ വിടുവിക്കാൻ, നാളെ നടക്കുന്ന സംഭവങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടോ? നെബൂഖദ്നേസർ പറയാം, രാജാവേ, ഞങ്ങളുടെ ദൈവം ആരാന്നറിയാമോ? രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാ. മറഞ്ഞു കിടക്കുന്നതിനെ വെളിപ്പെടുത്തുന്നതാ, മറന്നുപോയതിനെ വെളിപ്പെടുത്തുന്നതാ. ആർക്കും വെളിപ്പെടാത്തത് വെളിപ്പെട്ടു വരുന്നത് തൻ്റെ ആത്മാവിനാലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സകലത്തെയും വിവേചിക്കുക മാത്രമല്ല, സകലത്തെയും വെളിപ്പെടുത്തുന്നതാ, ഗൈഡ് ചെയ്യുന്നതാണ്, വഴി പറഞ്ഞു കൊടുക്കുന്നതാണ്. യെസ്, ഇതിലെ പോകാൻ പറയുന്നതാണ്. നീ പ്രസംഗിക്കുമ്പോൾ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ദൂതായി വെളിപ്പെടണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രവചന ശബ്ദമായി വരണം. കെട്ടിക്കിടക്കുന്നതും മറഞ്ഞു കിടക്കുന്നതും മറനീക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരാത്മാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവമക്കളും അഭിഷക്തന്മാരും തലമുറകളും തയ്യാറാകുമെങ്കിൽ, നമ്മുടെ തലമുറകളെ പിടിക്കുവാൻ നിൽക്കുന്ന, നിങ്ങളുടെ ശരീരത്തെ വിഴുങ്ങുവാൻ നിൽക്കുന്ന, ജീവൻ അവധി പറഞ്ഞു നിൽക്കുന്ന ചില ഇസബലിൻ്റെ വ്യാപാരങ്ങളെ കെട്ടുവാൻ, അതിനെ കാണുവാൻ, അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആത്മാവിലാകാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരെ ബുദ്ധി ഉപദേശിക്കുക മാത്രമല്ല, ആത്മാവിൻ്റെ ഒരു പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ. ശുദ്രക്കാരും ആഭിചാരകന്മാരും
ശകുനവാദികളുമെല്ലാം പരാജയപ്പെടുമ്പോൾ ഈ പകൽ പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. അവൻ തൻ്റെ ഇടത്തോടെ പറയും, ഞങ്ങളുടെ ദൈവാരാ, പ്രിയരെ, നമ്മുടെ ദൈവാരാ. പ്രാർത്ഥിക്കുന്ന നമ്മളാരാന്ന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്നവനാണോ? അവർ പറയുവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാ, ഇവൾ പ്രാർത്ഥിക്കുന്ന ദേവദാസിയാ. വെളിപ്പെടാൻ പോകുക. നിങ്ങളുടെ ചർച്ചിനകത്ത് അത് വെളിപ്പെടാൻ പോകുക. നിങ്ങളുടെ മിനിസ്ട്രിയിൽ വെളിപ്പെടുത്താൻ നീ ഒരു ദൈവദാസന, ദൈവദാസി, അഭിഷക്തയാ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത് വെളിപ്പെടുത്തും കേട്ടോ. ആർക്കും അതിനെ പിടിച്ചു വെക്കാൻ, പ്രാർത്ഥിക്കുന്നവനെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. പ്രാർത്ഥിക്കുന്നവൻ ഒതുങ്ങത്തില്ല. ഒതുക്കാൻ വരുന്നവൻ്റെ മേൽ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് ശക്തിയോടെ ശോഭിക്കുന്നവനാ പ്രാർത്ഥനാ മനുഷ്യൻ. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂതിന്ന് പകൽ ചില തലമുറകളെ തൊടുക. വെളിപ്പെടേണ്ട ചില ദൈവപ്രവൃത്തി ഒതുക്കപ്പെട്ട ഇടത്ത്, ജീവന് അപകടം പറയുന്ന ഇടത്ത്, ഭീഷണി ഉയർത്തുന്ന ഇടത്ത്, വിധി കൽപ്പിച്ചു പോയിടത്ത് ഇന്ന് പകൽ വിധി കൽപ്പിച്ചു പോയി രാജാവ് പറയുക. പക്ഷേ കൽപ്പിച്ച വിധിയെ തിരുത്തുന്നതാ നിൻ്റെ പ്രാർത്ഥന കേട്ടോ. വിധി കൽപ്പിച്ചോട്ടെന്ന്, നിയമങ്ങൾ കൽപ്പിച്ചോട്ടെന്ന്, സാഹചര്യങ്ങൾ എതിരാകട്ടെ, പക്ഷേ അതിനെ തിരുത്തുന്നത് പ്രാർത്ഥനയല്ല. യേശുവിൻ്റെ നാമത്തിൽ വിധി കൽപ്പിക്കുന്നതിനെ തിരിച്ചെഴുതാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് കഴിയണം. അഭിഷക്തന്മാർക്ക് കഴിയണം. നിങ്ങളുടെ മിനിസ്ട്രിയിൽ അത് സംഭവിക്കണം. തലമുറകളിൽ അത് സംഭവിക്കണം. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്ന പകൽക്കാലമാ. റോക്കോമ ഷതാര. വിടുതൽ ഇന്ന് പകൽ സംഭവിക്കുക. പരാജയപ്പെട്ട കേസുകളെ ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ദൈവസഭകൾക്ക് ദൈവ അധികാരം നൽകിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യണമേ. ജൽപ്പനങ്ങൾ മാറ്റണമേ. പ്രാർത്ഥനയിൽ അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ നിയോഗം ഇറങ്ങട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആത്മാവ് ചില വെളിപ്പാടുകൾ നിങ്ങൾക്ക് കൈമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രവചന ശബ്ദങ്ങൾ കൈമാറട്ടെ. പരാജയങ്ങളെ തിരുത്തുന്ന ഒരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. യേശുവിൻ നാമത്തിൽ ഇന്ന് പകലൊന്ന് ഏറ്റെടുക്കാമോ? പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. പലരും പരാജയപ്പെട്ട, രാജാവ് പോലും മറന്ന വിഷയങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെടുത്തി ജീവനെ പിടിച്ചു നിർത്തുവാൻ, നിയമങ്ങളെ തിരുത്തി എഴുതുവാൻ, ഞങ്ങൾ ആരാന്ന് ദേശത്ത് തെളിയിക്കുവാൻ, ജീവനുള്ള ദൈവമാണ് ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ഏത് രഹസ്യങ്ങളും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുമെന്നും. എലിശ പറഞ്ഞതുപോലെ അരാം സൈന്യം എപ്പോൾ വരട്ടെ, ഇപ്പുറത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് അവിടെ കാവൽ നിർത്തുവാൻ ദൈവാത്മാവിനോട് പറയുന്നു. നമുക്കെതിരെ എഴുന്നേറ്റ് വരുന്ന ചില ശക്തികളുടെ റൂട്ട് കണ്ടുപിടിച്ച് അവിടെ കാവൽ നിർത്തുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. അവിടെ പ്രാർത്ഥനയുടെ കാവൽ നിർത്തുമ്പോൾ അവൻ്റെ റൂട്ടുകൾ ഇന്ന് പകൽ തകരുകയാണ്, പദ്ധതികൾ തകരുകയാണ്, ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. അതിനുവേണ്ടി ദൈവസഭകൾ എഴുന്നേൽക്കട്ടെ, അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. പിതാവേ, തിരുമഹത്വം ഇന്ന് പകലും ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തി ആദരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മഹത്വമുള്ള ഭുജം അനുകൂലമായിരിക്കാൻ സ്തോത്രം. വിടുതൽ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. ആത്മാവിൻ്റെ ഇടപെടിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ജനം സ്വതന്ത്രരാകട്ടെ. ജീവനത്തിലുള്ള വെല്ലുവിളികൾ മാറട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആത്മാവിൻ്റെ അനോയിന്റിംഗ് പ്രാർത്ഥനകൾ വരട്ടെ. ഷെക്കോ മസ്യാറാബാബ. ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയരെ, പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. രഹസ്യങ്ങൾ വെളിപ്പെടും, മറഞ്ഞു കിടക്കുന്ന വെളിപ്പെടും, നിയമങ്ങൾ തിരുത്തപ്പെടും. നമ്മളാരാന്ന് ദേശത്തും കുടുംബങ്ങളിലും ചർച്ചിലും ദൈവം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.